സാധാരണ നാദാപുരത്ത് നിന്ന് വരുന്ന ഒരാളുടെ മനസ്സിൽ ദുബായിലേക്ക് വിമാനം കയറുമ്പോൾ ഒരു കഫ്റ്റീരിയ, ഞാൻ മനസ്സിലാക്കുന്നത് നാദാപുരക്കാരുടെ ഒരു കുത്തകയാണ് കഫ്റ്റീരിയ. ഇപ്പോഴും നമ്മൾ ദുബായിലെ ഒരു 90% കഫ്റ്റീരിയകൾ നമ്മൾ പരിശോധിച്ചാലും അതിൽ ഏതെങ്കിലും ഒരു നാദാപുരക്കാരന്റെ പേര് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരണമെങ്കിൽ ഈ പ്രിന്റിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നേരത്തെ അത്തരം അനുഭവങ്ങൾ ഗൾഫിൽ വരുന്നതിന് മുമ്പുണ്ടോ, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കഴിവുകൾ, ഒരു കലാ മനസ്സ് മുഹമ്മദിന്റെ മനസ്സിൽ? ഞാന് ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു മേഖലയിൽ ചെറിയ രീതിയിൽ പ്രവർത്തിച്ച ഒരാളാണ്. നമ്മുടെ നാട്ടിൽ ഇലക്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ അത്യാവശ്യം സൈൻ ബോർഡുകളൊക്കെ എഴുതുന്നത് ഞാനായിരുന്നു. നമ്മളെ ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി കേന്ദ്രീകരിച്ച് ഉള്ള പിന്നെ കാൻഡിഡേറ്റ്സിനൊക്കെ ബോർഡുകളൊക്കെ അന്ന് നമ്മളെ ഡിജിറ്റൽ പ്രിന്റിംഗ് ഒന്നും അത്ര പ്രാബല്യത്തിലില്ലായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ബ്രഷും പെയിന്റൊക്കെ ഉപയോഗിച്ച് സ്റ്റൈനറൊക്കെ ഉപയോഗിച്ചിട്ട് എഴുതുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. അപ്പം അന്ന് തന്നെ ഈ ഒരു മേഖലയോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാൻ പോയത്. ഗ്രാഫിക് ഡിസൈനറായിരുന്നു. ആ ഒരു ഗ്രാഫിക് ഡിസൈനിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മേഖലയിലേക്ക് എത്തിച്ചത്. അപ്പൊ ദുബായിൽ വരുന്നതിന് മുമ്പ് ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. തീർച്ചയായും ഡിസൈനിങ് കോഴ്സ് ചെയ്യുകയും അതിൽ തന്നെ 1-2 വർഷം നാട്ടിൽ വർക്ക് ചെയ്യുകയും ചെയ്തു.